പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 34ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സർവാമയങ്ങളുടെ ദുർവാര നിഷ്ക്രമണ പൂർവാപരക്ഷയകരൻ പൂർവാംബുജാസ്യനരി ഗർവാപഹൻ നിഖില ഗീർവാണവന്ദിതപദൻ സർവാംശജൻ പഴനി സർവാധികാരിയുടെ ഗുർവാദ കാഞ്ചി ദിവിശത് സർവാധിദായി മമ സർവാഭിലാഷവും അഖർവായതം തരികമേ. സർവാമയങ്ങളുടെ ദുർവാര നിഷ്ക്രമണ പൂർവാപരക്ഷയകരൻ പൂർവാംബുജാസ്യനരി ഗർവാപഹൻ നിഖില ഗീർവാണവന്ദിതപദൻ സർവാംശജൻ പഴനി സർവാധികാരിയുടെ ഗുർവാദ കാഞ്ചി ദിവിശത് സർവാധിദായി മമ സർവാഭിലാഷവും അഖർവായതം തരികമേ. ഇതാണ് ശ്ലോകം. ദുർവാര നിഷ്ക്രമണം ദുർവാരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കാൻ പ്രയാസമുള്ള സർവ ആമയങ്ങളുടെ സർവദുഃഖങ്ങളുടെയും പൂർവാപരക്ഷയകരൻ തുടക്കത്തെയും ഒടുക്കത്തെയും ക്ഷയിപ്പിക്കുന്നവൻ പൂർവാംബുജാസ്യൻ സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന താമരയുടേതുപോലെയുള്ള മുഖത്തോടു കൂടിയവൻ. പൂർവം എന്നുള്ളതിന് കിഴക്ക് എന്നർത്ഥമുണ്ട്. അപ്പം ഈ സൂര്യന് അഭിമുഖമായി നിൽക്കണമെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്നത് കിഴക്കാണല്ലോ. അപ്പം അതുകൊണ്ട് ആ പൂർവാംബുജാസ്യൻ എന്നുള്ളത് ഉദയസൂര്യൻ എന്നുള്ള അർത്ഥത്തിലെടുക്കാം. അരിഗർവാപഹൻ ശത്രുക്കളുടെ ഗർവിനെ അപഹരിക്കുന്നവൻ. നിഖില ഗീർവാണ വന്ദിത പദൻ സകലരും വന്ദിക്കുന്ന ഗീർവാണ പദവിയുള്ളവൻ. ഗീർവാണം എന്ന് പറയുമ്പോൾ ദേവവാണിക്കാണ് ഗീർവാണി എന്ന് പറയുന്നത്. സർവാംശജൻ സർവൻ്റെ അംശജൻ എന്ന് വെച്ചാൽ ശിവൻ്റെ പുത്രൻ. പഴനി സർവാധികാരി പഴനിയുടെ സർവാധികാരി. ഗുർവാഭകാഞ്ചി വർദ്ധിച്ച ശോഭയോടുകൂടിയ കാഞ്ചി എന്ന് പറയാൻ അരഞ്ഞാണാണ്. ദിവിഷത് ദിവിസത് അതാണ് ദിവിഷത് ദേവനാണ്. ദിവിഷത് സർവാധിദായി എന്ന് പറയാൻ ദേവന്മാർക്ക് അവരുടേതായ സർവ അധികാരങ്ങളും പങ്കുവച്ചു നൽകുന്നവൻ. ദേവസേനാ നായകൻ ആണല്ലോ സുബ്രഹ്മണ്യൻ. ആ അർത്ഥത്തിലാണ് ഈ വിശേഷണം നൽകിയിരിക്കുന്നത്. മമ എൻ്റെ സർവാഭിലാഷവും എല്ലാ അഭിലാഷങ്ങളും അഖർവായതം മേ തരിക ഒട്ടും കുറയാതെ വിസ്തരിച്ചു തന്നെ എനിക്ക് തന്നാലും. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ഇല്ലാതാക്കാൻ വളരെ പ്രയാസമുള്ള സർവദുഃഖങ്ങളെയും പൂർണ്ണമായി ക്ഷയിപ്പിച്ചു കളയുന്നവനും സൂര്യാഭിമുഖമായി വിരിഞ്ഞു നിൽക്കുന്ന താമരയെപ്പോലെയുള്ള മുഖശോഭയോടുകൂടിയവനും ശത്രുക്കളുടെ ഗർവിനെ ഇല്ലാതാക്കി തീർക്കുന്നവനും സർവരാലും വന്ദിക്കുന്ന ദേവനാമത്തോടു കൂടിയവനും ശിവപുത്രനും പഴനിയുടെ സർവാധികാരിയുമായ സുബ്രഹ്മണ്യൻ്റെ വർദ്ധിച്ച ശോഭയോടുകൂടിയ പൊന്നരഞ്ഞാൻ ദേവന്മാർക്കെല്ലാം അവരവരുടെ അധികാരങ്ങൾ പകുത്തു നൽകിക്കൊണ്ടിരിക്കുന്നത് പോലെ എൻ്റെ സർവ അഭിലാഷങ്ങളും ഒട്ടും കുറയാതെയും വിസ്തരിച്ചു സാധിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകണമേ. സുബ്രഹ്മണ്യൻ്റെ പൊന്നരഞ്ഞാണത്തെയാണ് ഗുരു ഈ ശ്ലോകത്തിൽ ധ്യാന വിഷയമാക്കിയിരിക്കുന്നത്. അരഞ്ഞാൺ എന്ന ആഭരണം വെറുമൊരു അലങ്കാര വസ്തുവല്ല. ശരീരത്തിലെ
അരക്കെട്ടിൻ്റെ പ്രാധാന്യത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രതീക അലങ്കാരമാണത്. നിവർന്നു നിൽക്കുന്ന ഒരാളുടെ കൈകളുടെ കീഴഗ്രവും കാലുകളുടെ മേലഗ്രവും സന്ധിക്കുന്ന ഇടമാണ് അരക്കെട്ട്. സ്വാധിഷ്ഠാന ചക്രം സ്ഥിതി ചെയ്യുന്ന മർമ്മസ്ഥാനവും അവിടെ തന്നെയാണ്. കൈകാലുകൾ യഥാക്രമം കൊടുക്ക വാങ്ങലുകൾക്കും അതുപോലെ പോക്കുവരവിനും അല്ലെങ്കിൽ സഞ്ചാരത്തിനും ഉള്ള അവയവങ്ങളാണ്. സ്വാധിഷ്ഠാന ചക്രം കുണ്ടലിനി ശക്തിയുടെ പ്രവാഹ കേന്ദ്രങ്ങളിലൊന്നാണ്. അങ്ങനെയുള്ള അരക്കെട്ട് ജനനേന്ദ്രിയം സ്ഥിതി ചെയ്യുന്ന ഇടം കൂടിയാണ്. സൂക്ഷ്മവിചാരം ചെയ്തു നോക്കിയാൽ അങ്ങനെയെല്ലാമുള്ള അരക്കെട്ടിൽ അണിഞ്ഞിരിക്കുന്ന അരഞ്ഞാൻ നിഗൂഢാർത്ഥവാഹിയായ ഒരു മെയ്യാഭരണമാണ്. അതിജീവന കർമ്മങ്ങൾക്ക് വേണ്ടി കൈകാലുകൾ ചലിപ്പിക്കാനും ക്രിയാത്മകമായി പെരുമാറാനും ബലമുള്ള അരക്കെട്ട് അനിവാര്യമാണ്. ആ പ്രദേശത്ത് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ കൈകാലുകൾ ഇളക്കാൻ പോലും സാധ്യമല്ല. ഭൗതിക അതിജീവനം തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അരക്കെട്ടിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ പ്രജനനത്തിലൂടെയുള്ള വംശവർദ്ധനവിനും അരക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന ശാരീരികാവയവങ്ങൾക്ക് വഹിക്കാനുള്ള പങ്ക് ചെറുതല്ല. ധ്യാനയോഗ സാധനകളിൽ ഏർപ്പെടുന്നവരുടെ ശക്തിചാലന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂരക ചക്രം എന്നീ 3 മർമ്മസ്ഥാനങ്ങൾ അരക്കെട്ടുമായി ബന്ധപ്പെട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ ജീവിത വിജയത്തിന് അരക്കെട്ടിൻ്റെ സംരക്ഷണം അനിവാര്യം തന്നെയാകുന്നു എന്ന് വിളിച്ചോതുന്ന പ്രതീകാഭരണമാണ് അരഞ്ഞാൻ. സുബ്രഹ്മണ്യൻ്റെ വർദ്ധിച്ച ശോഭയുള്ള പൊന്നരഞ്ഞാൻ ദേവന്മാർക്കെല്ലാം അവരവരുടേതായ അധികാരങ്ങൾ പകുത്തുകൊടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ എൻ്റെ സർവാഭീഷ്ടങ്ങളും ഒന്നും കുറയാതെയും വിസ്തരിച്ചും സാധിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത്. ദേവൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം ജ്ഞാനസ്വരൂപൻ എന്നാണ്. ദേവന്മാർ എണ്ണത്തിൽ 33 ഉണ്ടെന്നാണ് സങ്കല്പം. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ് പ്രധാന ദേവന്മാർ. ത്രിമൂർത്തികളിൽ നിന്നും പെരുകുന്ന 33 ദേവന്മാരെ ഏകമായ പരമ്പൊരുളിൻ്റെ ത്രിവർഗ ഗുണിതങ്ങളായി വ്യാഖ്യാനിക്കാവുന്നതാണ്. ഏകമായ പരമ്പൊരുൾ 3 പിരിഞ്ഞ് സൃഷ്ടിസ്ഥിതി സംഹാരവൃത്തികളായി പുരോഗമിക്കുന്നു. ഏകാദശ രുദ്രന്മാർ, ദ്വാദശാദിത്യന്മാർ, അഷ്ടവസുക്കൾ, സൂര്യചന്ദ്രന്മാർ എന്നിങ്ങനെ ധർമ്മപരമായ പെരുക്കം തുടരുന്നു. ഇങ്ങനെ 1 3 3 30 ഗുണീഭവിച്ച് 33 സംഖ്യ ചെന്നെത്തുന്നു. ഇവിടെ 33 എന്ന പദത്തിന് 33 എന്ന സംഖ്യാപരമായ പദവി അല്ല ഉള്ളതെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നായ പരമ്പൊരുൾ 3 പിരിയുമ്പോൾ 1ൻ്റെ 3 വീക്ഷണകോണുകളിലാണ് അർത്ഥപ്പെരുക്കം സംഭവിക്കുന്നത്. അത് ദശീഭവിക്കുമ്പോഴും ശതീഭവിക്കുമ്പോഴും സഹസ്രീഭവിക്കുമ്പോഴും ലക്ഷങ്ങളായും കോടികളായും ഗുണീഭവിക്കുമ്പോഴും 1ൻ്റെ തന്നെ ത്രിഗുണീഭവ പെരുക്കങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനന്തമായ ഈ ത്രൈഗുണ്യ പെരുക്കത്തെയാണ് താത്വികമായി 33 ദേവതാസങ്കല്പമായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ ഭാവസങ്കല്പങ്ങൾക്കെല്ലാം ഭൗതികവും ഭൗതികാതീതവുമായ അർത്ഥതലങ്ങളുമുണ്ട്. അന്വേഷകൻ്റെ ജ്ഞാനനിലവാരമനുസരിച്ച് ആ അർത്ഥതലങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ദേവൻ എന്ന പദത്തിന് ജ്ഞാനി എന്ന അർത്ഥം സ്വീകരിക്കുമ്പോൾ ജ്ഞാനികൾക്കെല്ലാം അവരവരുടെ
ജ്ഞാനവ്യാപ്തിക്കനുസൃതമായി വെളിപ്പെടുത്തിയെടുക്കാവുന്ന മൂല്യപ്രതീകമാകുന്നു സുബ്രഹ്മണ്യൻ്റെ പുനരഞ്ജാനം എന്ന് വെളിപ്പെട്ട് കിട്ടും. ആ മൂല്യപ്രതീകത്തെ സത്യസാക്ഷാത്കാര സാധനയിൽ ഏർപ്പെട്ടിരിക്കുന്ന തനിക്കും ഒട്ടും കുറയാതെ സർവവ്യാപ്തിയോടും കൂടി വെളിപ്പെടുത്തിയെടുക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിലെ പ്രാർത്ഥനയുടെ പൊരുൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.